ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്. ഇത് നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ വീഡിയോ ആണ്. എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ റീഡിങ് എ കപ്പിൾ ഓഫ് പേജസ് ഫ്രം മൈ ബുക്ക്. കറൻ്റ്ലി ഞാൻ വായിക്കുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ഷിപ്പ് ഓഫ് തീസിസ്. ഇതൊരു ബ്യൂട്ടിഫുൾ പുസ്തകമാണ് ബൈ ജെ ആഡംസ്. ഷിപ്പ് ഓഫ് തീസിസിൻ്റെ ബേസിക് ആയിട്ടുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പഴയ ഷിപ്പ് അതിൻ്റെ എല്ലാം പാർട്സും ഓരോന്നോരോന്നായി മാറ്റി കഴിയുമ്പോൾ അത് പഴയ ഷിപ്പ് തന്നെയാണോ എന്നൊരു ചോദ്യമാണ് ഈ ഒരു പുസ്തകത്തിൽ ത്രൂ ഔട്ടുള്ളത്. ദിസ് ബുക്ക് ടോക്സ് അബൌട്ട് ദ ക്വസ്റ്റ്യൻ ഓഫ് ഐഡൻറ്റിറ്റി. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു പുസ്തകം വായിക്കുക. ഇറ്റ് ഈസ് എ വെരി ഫിലോസഫിക്കൽ ബുക്ക് ബട്ട് വെരി വെരി റെയർ പുസ്തകമാണത്. എൻ്റെ റീഡിംഗ് ആണ് ദ റീസൺ ടു വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. നിങ്ങൾക്കും രാവിലെ എണീക്കാനായിട്ട് ട്രബിൾ ഉണ്ടെങ്കിൽ ഫൈൻഡ് എ റീസൺ വിച്ച് വിൽ എക്സൈറ്റ് യു ടു വേക്ക് അപ്പ്. ഇതൊരു നല്ല രീതിയാണ് നമ്മുടെ ബ്രെയിനിനെ രാവിലെ എണീക്കാൻ ട്രിക്ക് ചെയ്യേണ്ടത്. ഒന്നോ രണ്ടോ പേജ് വായിച്ച് കഴിയുമ്പോൾ തന്നെ എനിക്ക് നല്ല എനർജി കിട്ടും ടു കണ്ടിന്യൂ മൈ ഡേ. ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു 20 minutes ഓഫ് റണ്ണിങ് വർക്കൗട്ടാണ്. എനിക്ക് ഇതറിയാം, ഇത് ഞാൻ സെക്കൻഡ് ഹാഫിലേക്ക് വർക്കൗട്ട് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വർക്കൗട്ട് ചെയ്ത് തീർക്കും. വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെ ലെവലാണ്. ആൻഡ് ഇറ്റ് ഗിവ്സ് മീ പീസ് ഓഫ് മൈൻഡ് ദ റെസ്റ്റ് ഓഫ് ദി ഡേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോൺ ചീസ് സാൻഡ്വിച്ച് ആണ്. ഇവിടെ ഗ്യാസ് കണക്ഷൻ ഇതുവരെ കെട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ക്യാമ്പിങ്ങിൻ്റെ ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് കുക്കിംഗ് ചെയ്യുന്നത്. കോൺ ബോയിലാക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ വാട്ടർമെലൺ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. കോൺ ബോയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയാണ് ഇതിനെ എടുക്കാനായിട്ട്. നല്ല സ്വീറ്റ് കോൺ ആണെങ്കിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റിയാണ്. അധികം ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് പിസ്സ മസാലയും ചീസാണ്. നമ്മളിപ്പോൾ സമ്മേഴ്സാണ്, വാട്ടർമെലൻ്റെ സീസണാണ്. അതുകൊണ്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള വാട്ടർമെലൻ ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. Hey Siri, what is the temperature in Abu Dhabi right now? It's about 33 degrees in Abu Dhabi, the United Arab Emirates. UAE ഇപ്പോൾ സമ്മേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹെയർ ഡാമേജും ഹെയർ ഫോളും കൂടിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത് മമാഅർത്തിന്റെ ഒനിയൻ റേഞ്ച് ഹെയർ കെയർ പ്രൊഡക്ട്സ് ആണ്. ഒനിയൻ ഓയിൽ യൂസ് ചെയ്യാൻ ഈസിയാണ്, കാരണം ഇതിന് ആപ്ലിക്കേറ്റേഴ്സ് തരുന്നുണ്ട്. ഒനിയൻ ഷാംപൂ, ഒനിയൻ സീഡ് ഓയിൽ ഉള്ളത് കൊണ്ട് തന്നെ സൾഫർ, പൊട്ടാഷ്യം, ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. ഇത് നമ്മുടെ ഹെയർ ഫോളിനെ റെഡ്യൂസ് ചെയ്യും. 18 അമിനോ ആസിഡ്സ് ഉള്ള പ്ലാന്റ് കെരാറ്റിൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിൽ മോയ്സ്ചർ ഉണ്ടാവും, സ്ട്രെങ്ത് ആൻഡ് നാച്ചുറലി ഷൈനി ആയിട്ടിരിക്കും. പിന്നെ വിറ്റാമിൻ ഇ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ടും ചെയ്യും. പേഴ്സണലി എനിക്ക് മമാഅർത്തിന്റെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാനായിട്ടുള്ള റീസൺ, ഇവർ പീറ്റ സർട്ടിഫൈഡ് ആൻഡ് മെയ്ഡ് സേഫ് സർട്ടിഫിക്കേഷൻസ് ഇവർക്കുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇത് നാച്ചുറലി ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്, ക്രുവൽറ്റി ഫ്രീ ആണ്, റീസൈക്ലബിൾ പ്ലാസ്റ്റിക് ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല UAEയിലും അവൈലബിൾ ആണ്. 20% ഡിസ്കൗണ്ട് കോഡ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ഇത് UAEയിൽ മമാഅർത്ത് UAE വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, ലുലു ഹൈപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക്സ് ഉണ്ട്. ഹെയർ ഓയിൽ ഇട്ടിട്ട് ഒരു 30-40 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ മുടി കഴുകാറുള്ളത്. അതേവരേക്കും നമുക്ക് വീട്ടിലെ ജോലികൾ ചെയ്യാം. ഞാൻ വീട്ടുജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഓഡിയോ ബുക്സ് ആണ് കേൾക്കാറുള്ളത്. ഹാൻഡ്സ് ഫ്രീ ആയിട്ടുള്ള ഹെഡ്ഫോൺസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു DIY ഹാക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമുക്ക് റണ്ണിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു ബെൽറ്റാണ്. അതിൽ നമുക്ക് ഫോൺ വെച്ചിട്ട് ഈ ഹെഡ്ഫോൺ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓഡിയോ ബുക്ക് കേൾക്കാം. കറന്റ് ഞാൻ കേൾക്കുന്നത് മീശ എന്ന് പറഞ്ഞ പുസ്തകമാണ്. ഇടിമുഴങ്ങുന്നതിന് പിറ്റേന്ന് അതിരാവിലെ തന്നെ കുട്ടൻ പാളകളുമായി ചെല്ല കൂൺ പറിക്കാൻ പോകാറുണ്ട്. ഇടി തിരിച്ചറിഞ്ഞ ഒത്തിരി പേർ രാവിലെ ഇറങ്ങും. അവർക്ക് മുന്നിൽ ചെന്ന് വിടരും മുൻപേ കൂണെടുക്കണം. അരിക്കൂണും പാൽക്കൂണും വെറുതെ വെള്ളം തെളിച്ച് ഉപ്പിട്ട് വേവിച്ചാൽ മതി. ചിലപ്പോൾ കീറി കഷ്ണങ്ങളാക്കിയ കൂൺ കാന്താരി ചേർത്ത് വാഴയിലയിൽ പൊതിഞ്ഞ് ചൂടും. 40 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലികളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ പോവാം. ഞാൻ മമാഅർത്തിന്റെ ഒനിയൻ ഷാംപൂ ഒരു പമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നല്ല ലാദറിങ് എനിക്ക് ഫീൽ ചെയ്തു. നല്ല സ്ക്വീക്കി ക്ലീൻ ആയിട്ടുള്ള ഹെയർ ആണ് കിട്ടുന്നത്. അതേസമയം ഒട്ടും തന്നെ മോയ്സ്ചർ സ്ട്രിപ്പ് ചെയ്യാത്ത ഒരു ഫീലിംഗ് ആണ് മുടിക്ക് കിട്ടിയത്. കർലി ഹെയർ ആയതുകൊണ്ട് തന്നെ മോയ്സ്ചർ റിച്ച് ആയിട്ടുള്ള ഈ ഷാംപൂ എൻ്റെ ഹെയറിന് സൂട്ട് ആയിട്ടുണ്ട്.
9 o'clock ആണ് എൻ്റെ വർക്കിംഗ് അവർ സ്റ്റാർട്ട് ആവുന്നത്. ബിഫോർ ലുക്കിംഗ് അറ്റ് ഇമെയിൽസ് ആൻഡ് ക്രേസി വർക്ക് ഞാനൊരു 10 മിനിറ്റ് ജേർണലിംഗ് ആൻഡ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കും. എൻ്റെ പ്ലാനറിൽ ചെറിയൊരു സെക്ഷനാണ് ഡെയിലി ടു ഡു ലിസ്റ്റ്. ഇതിൽ ഞാൻ എന്നും എഴുതുന്നത് ടോപ്പ് പ്രയോറിറ്റിയിലുള്ള 3-4 കാര്യങ്ങളാണ്. ഇന്ന് ചെയ്യേണ്ട ജോലി എന്നത് എഡിറ്റിംഗ് എ വീഡിയോ, പിന്നെ ഒരു ക്ലയൻറ്റിൻ്റെ എക്സ്പ്രസ് റെസ്യൂമെ ഡെലിവർ ചെയ്യണം, പിന്നെ വീട്ടിലെ ഒന്നും തന്നെ ഫർണിച്ചേഴ്സ് സെറ്റായിട്ടില്ല, ഇനി 1-2 വീക്കെൻഡ്സ് എങ്കിലും പിടിക്കും ശരിക്കും വീടൊന്ന് സെറ്റാക്കാൻ. അപ്പോൾ ഫൈനലൈസിങ് ഓൺ ദ ഫർണിച്ചർ പാർട്ട്. നമ്മുടെ പഴയ വീട്ടിൽ ഒട്ടും ഫർണിച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആണെങ്കിൽ വീട് ആകെ എം ടി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഫർണിച്ചേഴ്സ് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ മീൽസ് ഉണ്ട്. ഇന്ന് എന്താണ് കഴിക്കുന്നത് ആ മീൽസ് എല്ലാം ഞാൻ എഴുതി വയ്ക്കും. പിന്നെ ഫൈനലി വിതൗട്ട് ഫൊഗെറ്റിംഗ് ഞാൻ എഴുതുന്ന ഒരു കാര്യമാണ് ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ. ഇതിൽ എനിക്ക് രാവിലെ ഇന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു കാര്യമാണ് നമ്മുടെ വീടിൻ്റെ താഴെ തന്നെ ഒരു നല്ല വാക്കിംഗ് ട്രാക്ക് ഉണ്ട് ഓവർലുക്കിംഗ് ദ സീ. അപ്പോൾ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ റീസെൻ്റ്ലി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലാനിങ് നെവർ വർക്ക്ഡ് ഫോർ ഹിം, ഹി ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ് ആൻഡ് ഗിൽറ്റി വെൻ തിങ്സ് ഡസൻറ്റ് ഹാപ്പൻ ആസ് പെർ പ്ലാൻ. ഗിൽറ്റി പാർട്ട് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ നമുക്ക് ഗിൽറ്റി ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയൊരു പവർ അല്ലെങ്കിൽ ബ്ലെസ്സിങ് നമുക്ക് ഹ്യൂമൻസിന് കിട്ടിയിട്ടുള്ളത് പ്ലാനിങ് ഫോർകാസ്റ്റിംഗ് ആണ്. അതാണ് നമ്മളെയും ആനിമൽസിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. പ്ലാനിങ് ചെയ്തത് കൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ ഇത്രയും മുന്നോട്ട് വന്നിട്ടുള്ളത്. എവറിത്തിങ് ഇൻ ദ സിസ്റ്റം വി ആർ ലിവിങ് ഇൻ ഇസ് പ്ലാൻഡ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ പാർക്കിംഗ് ലോട്ട് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, സ്കൂൾസ് ആയിക്കോട്ടെ. സ്കൂൾസിൻ്റെ കരിക്കുലം, ഒരു വർഷത്തിൻ്റെ ഒരു കുട്ടിയുടെ സ്കൂൾ കരിക്കുലം എത്രയും ഡെപ്ത് ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ട് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പ്ലാനിങ് കീപ്സ് us ഗോയിങ്. അതുകൊണ്ട് ലെറ്റ് us എംബ്രേസ് അൺസർട്ടനിറ്റി. നമ്മൾ വിചാരിച്ചത് എല്ലാതും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെക്കാളും വലിയ ആരെങ്കിലും ഉണ്ടാവും ഈ ലോകത്ത്. അതുകൊണ്ട് റിമെമ്പർ, അൺസർട്ടനിറ്റി മേക്ക് us ഗ്രൗണ്ടഡ് ആൻഡ് ഹംബിൾ. ഒന്നും തന്നെ നമ്മുടെ കൺട്രോളിലല്ല, പക്ഷെ ഒരു കാര്യം നമ്മുടെ കൺട്രോളിലുണ്ട്, ദാറ്റ് ഈസ് പ്രസൻറ്റ് മൊമെൻറ്റ്. ഓൺ ദാറ്റ് നോട്ട് ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു നോട്ട് ഫർഗെറ്റ് ടു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കോമെൻറ്റ് ബിലോ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.